ഉള്ളത് കോറമംഗലയുള്ള നെക്സസ് മാളിലാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് ക്രിസ്മസ് വൈബ് ഓൺ ആയിട്ടാന്നുള്ളത്. അങ്ങനെ ഞാനും ജാവിയും ശ്രീയും കൂടി ഇത് കാണാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗും ഇതിനെക്കുറിച്ച് തന്നെയാണ്. മാളിന്റെ ഏറ്റവും നടുവിലായിട്ട് ഇതാ ഇതുപോലെ സ്നോനെ കൊണ്ടൊരു ഗെയിമിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ജാവിക്ക് അത് എന്തെങ്കിലും വാരം മുട്ടിയിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല. അങ്ങനെ അവരൊരു ക്രിസ്മസ് ട്രീ മറിച്ചിട്ട് അപ്പം നമ്മൾ വേഗം അവനെയും കൊണ്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകും. എനിക്കുണ്ടല്ലോ ഈ ഒരു ക്രിസ്മസ് സീസൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ആ സമയത്തുള്ളൊരു ഡെക്കോറും ലൈറ്റ്സും അതുപോലെ തന്നെ എല്ലാം ക്യൂട്ട് ഐറ്റംസ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കാണാനും. ഇങ്ങനെ കണ്ടിട്ടെല്ലാം എനിക്കിങ്ങനെ വേണമെന്ന് തോന്നും. അത്രക്കും ഇഷ്ടമാണ്. ഇനിയിപ്പോൾ സാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം കണ്ടാലും അവൻ പറയും അമ്മ അതാ കിപ്പി അപ്പൂപ്പൻ. ഇത് എവിടുന്ന് പഠിച്ചാന്ന് എനിക്കറിയില്ല, പക്ഷെ കിപ്പി അപ്പൂപ്പൻ എന്നാണ് എന്ത് കണ്ടാലും പറയുന്നത്. സാവിക്ക് ഇതാ ഈ ഒരു സാധനം നല്ലോണം ഇഷ്ടമായി കേട്ടാ. എനിക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ വെസ്റ്റ് സൈഡിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായ കുറേ ഡെക്കോർ ഐറ്റംസ് ആണ്. ഇതിലാണെങ്കിൽ ഒടുക്കത്തെ പൈസയുണ്ട് ഗൈസ്. അത് അവൻ വീണ് പൊട്ടിക്കോന്ന് അത്രക്കും പേടിയുണ്ടായിരുന്നു എനക്കും ശ്രീക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കും പാവം വാവയല്ലേ അത് നോക്കിയിട്ട് മിണ്ടാണ്ട് കളിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഒരു പാവം പോലെ നിന്ന് സാവിയാണ് കരഞ്ഞോട് തുള്ളിക്കൊണ്ട് വരുന്നത്. അവൻ എങ്ങനെ ആടുന്ന് വരുന്നില്ല. അവസാനം ഞാൻ ശരിക്കും പറിച്ചെടുത്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മളൊരു സർപ്രൈസ് കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ കണ്ണെല്ലാം പൂട്ടി വരുന്നതാണ്. മാളിന്റെ ഒരു സൈഡ് പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്യു പോലത്തെ ഉണ്ടായിരുന്നു, ലൈറ്റ് എല്ലാം കൊണ്ടുള്ള. അതാണ് സാവിക്ക് നമ്മൾ പറഞ്ഞ സർപ്രൈസ്. അവനും നല്ലോണം ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അച്ഛനും എന്തെല്ലോ വാങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇപ്പത്തെ ടിറേന്റെ തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീയും ഉണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഭംഗി തോന്നുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ശരിക്കും ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീൻ്റെ അകത്ത് ഒരു ബോള് പറിച്ചെടുത്ത് കിട്ടാ. പക്ഷെ അവരെല്ലാം കണ്ടിന്യൂ എന്നാൽ അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ ഇവന്റെ കയ്യിൽ കൊടുത്ത് അത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുകൊണ്ടായിരുന്നു അവന്റെ കളി. കുറേ സമയം ബോളറിന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കളിച്ച്. അപ്പം ഞാൻ വിചാരിച്ച് വലിയ സീനില്ല, കരച്ചില്ലല്ലോ, ഓക്കെ ആയല്ലോ. പിന്നെ സ്വീറ്റ് കോൺ കണ്ടപ്പോൾ അത് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത്. അത് അവന് നല്ല ഇഷ്ടമാണ്. ഞാനും ശ്രീകാവൻ തിന്ന് നോക്കി കുറേ സമയം അവിടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ ആടെയുണ്ട് ഇതുപോലത്തെ ജീപ്പ് കിഡ്സിന്റെ. സാവിക്ക് സ്വന്തമായിട്ടൊരു ജീപ്പ് വീട്ടിലുണ്ട് ഗൈസ്. സെക്കൻഡ് ബർത്ത്ഡേക്ക് ശ്രീ ഗിഫ്റ്റ് കൊടുത്തത് ഇതുപോലെ ഒരു ജീപ്പാണ് സാവിക്ക്. അത് വീട്ടിലുണ്ട്. അത് തൊടല് പോലുമില്ല. ആരെങ്കിലും എല്ലാം കാണുമ്പോഴാണ് അതിൻ്റെ അകത്ത് പോയിട്ടിരിക്കുക. ഈടുന്ന് ഇത് കണ്ടപ്പോൾ അവന് നിർബന്ധം ഇതിൻ്റെ അകത്ത് കയറണം എന്ന്. ഈടുന്ന് അപ്പുറം വരെ ആ 3 റൗണ്ട് ഇങ്ങനെ ചുറ്റുന്നതിന് 100 രൂപയാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരിക്കൽ കയറ്റി സാറിൽ അവൻ്റെ ആഗ്രഹമല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ 3 റൗണ്ട് ചുറ്റി വന്ന ശേഷം ആദ്യം എനിക്ക് പേടിയുണ്ടായിനെ. ഞാൻ കയറ്റുമ്പോഴേ ശ്രീനടുത്ത് പറഞ്ഞു സീനാവും മോനെ ഇറങ്ങൂലാന്ന്. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് ഇറങ്ങി. പിന്നെ ഒരു കരച്ചിൽ തുടങ്ങി ഗൈസ്, നിർത്താത്ത കരച്ചിൽ. അവസാനം നമ്മളൊരു കിൻഡർ ജോയ് വാങ്ങിക്കൊടുത്തപ്പോഴാണ് ആൾ ഓക്കെ ആയത്. പിന്നെ നമ്മൾ നേരെ കാസ്റ്റലിലേക്കാണ് പോയത്. പിന്നെ നമ്മൾ മാൾ കുറെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നിട്ടില്ല, സീനാവുമെന്ന് നമുക്ക് തോന്നി. ഇവിടെ നമ്മൾ വാങ്ങിയത് ഒരു ഹണി ചില്ലി അൽഫാം മന്തിയും പിന്നെ ഒരു ജെല്ലിക്കെട്ട് എന്നിട്ടുള്ള ഒരു ഐറ്റം. അത് നമ്മൾ ആ ഒരു പീസ് മാത്രമേ വാങ്ങി. പേര് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണെന്നെല്ലാം തോന്നി, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ശ്രീക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞു. പിന്നെ ഓരോരാൾക്ക് ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. എനിക്കെന്തോ തീരെ ഇഷ്ടമായിട്ടില്ല. എന്തെല്ലോ പോലത്തെ ഒരു മസാല പോലെയെല്ലാം തോന്നി. അതെല്ലാം തിന്ന് അവിടെ നിന്ന് ഇറങ്ങി മൂപ്പറ വയറ്, അതായത് ആ ഒരു കുട്ടിക്കുമ്പെന്ന് പറഞ്ഞ സമയത്ത് പിന്നെ വലിയ കച്ചറിയില്ല കേട്ടോ. പിന്നെ ആൾ ഓക്കെ ആയിന്. അവിടെ നമ്മളൊരു മൗണ്ടൻ ഡ്യൂവും ഒരു പെപ്സിയും വാങ്ങിയിട്ടുണ്ടായിന്. ഇവന് ഇത് രണ്ടും ഇഷ്ടമല്ലേ, രണ്ടും കുടിക്കൂല. പക്ഷെ അത് ഒരാൾക്ക് തരാണ്ട് കൈമൽ പിടിച്ചോണ്ട് നടക്കുന്നുണ്ട്. ഞാൻ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ ശ്രീയും കുറേ പറഞ്ഞു നമ്മൾ പിടിക്കാൻ, നീ വീണ് പോവിടാന്നല്ല. പക്ഷെ വേണ്ട അച്ഛാ വേണ്ട അമ്മ ഞാൻ പിച്ചോളാന്ന് പറഞ്ഞിട്ട് അവനവും കൊണ്ട് നടന്ന്. ഞാനാണെങ്കിൽ കുറേ ആയിട്ട് സൈൻ ലബൻ്റെ ഒരു സാധനം ഉണ്ട്, അത് ഞാൻ കുറേ ആയിട്ട് തിന്നണമെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ശ്രീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും നമ്മളിപ്പോൾ എരിവെല്ലാം തിന്നല്ലേ, നമുക്കൊരു മധുരം കൂടി തിന്നാലോ എന്ന് പറഞ്ഞപ്പോൾ ശ്രീക്ക് മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ല. പക്ഷെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നമുക്കത് വാങ്ങിയിട്ട് തന്നെ പോവാന്ന്. അങ്ങനെ നമ്മൾ നേരെ സൈൻ ലബനിൽ പോയി. ഇതും മടിവാളക്ക് തന്നെയാണ് കേട്ടോ, മാരുതി നഗർ ആ ഒരു സൈഡിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഷോപ്പ് ഉള്ളത്. അങ്ങനെ ആടെ പോയിട്ട് നമ്മൾ എന്താ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സലങ്കാട്ടിയ എന്ന് പറഞ്ഞൊരു ഡെസേർട്ടാണ് കേട്ടോ. അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഒറ്റൊന്നേ വാങ്ങിയിട്ടുള്ളൂ, കാരണം ഒറ്റൊന്നിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അതും ഞാൻ വലിയൊരു സ്വീറ്റ് ലവർ അല്ല, അപ്പം എന്നെ കൊണ്ട് ഫുള്ള് തിന്നാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ല. അങ്ങനെ നമ്മൾ ആടുന്ന് പാർസൽ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടാണ് സാധനം തിന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ഒരു ഫീലുള്ള സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അത് മൊത്തം തിന്നു തീർക്കാനുള്ള ശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനും ചെറിയ പകുതി തിന്നത് ബാക്കി നമ്മൾ എടുത്തു വെച്ച്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നാട്ടിൽ നിന്ന് ഏച്ചിയും കാശിയും കണ്ണനും കിങ്ങൂസും ദീപേച്ചിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിന്. അപ്പം ഞാനാണ് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായത് കേട്ടോ. ഞാൻ ഇവർക്ക് ഉഴുന്നു ദോശയും ചിക്കൻ കറിയും ആണ് ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ എല്ലാവരും നിരനിരയായിരുന്നു തിന്നുന്നതാണ് ഗൈസ്. ക്രിസ്മസ് വെക്കേഷന് പിള്ളേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പ്ലാൻ ഉണ്ടായിന്. അങ്ങനെ ഏച്ചി പോയിട്ട്, അതായത് ദീപേച്ചും മമ്മൂച്ചും പോയിട്ട് പിള്ളേരെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിള്ളേർ വരുന്നുണ്ട്, പിള്ളേർ വന്നതിന് ഇടയിലോ പോകുന്നുണ്ട്, പിന്നെ ഡെയിലി ഞാൻ വ്ളോഗ് ഇടും എന്നല്ലോ. അപ്പോൾ പിള്ളേർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറേ പ്ലാൻ ഉണ്ട് ഗൈസ്. നമ്മൾ കുറേ
കുറേ സ്ഥലം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസിന്റെ തീമിൽ തന്നെയുള്ള കുറേ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ആവോലി പൊരിച്ചതും പിന്നെ ചെമ്മീൻ പൊരിച്ചതും. മെയിനായിട്ട് സാവിക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചതാണ്. സാവിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആവോലി പരിച്ച് ഒന്ന് ചൂടാക്കി ചെമ്മീൻ പൊരിച്ചതും എണ്ണയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിന്. അങ്ങനെ ശ്രീക്ക് ഞാൻ രാവിലെ തന്നെ തിന്നാൻ കൊടുത്ത്. പുട്ടും ചിക്കൻ കറിയും ആവോലി പൊരിച്ചതും ചെമ്മീൻ പൊരിച്ചതാണ് ഞാൻ ശ്രീക്ക് തിന്നാൻ കൊടുത്തത്. ഇവനിപ്പോൾ പണിക്ക് പോകണം, രാവിലെ 11 മണിക്കാണ് ഇന്ന് ഡ്യൂട്ടി. അപ്പം അങ്ങനെ അവനെ പണിക്ക് പറഞ്ഞിട്ട് നമ്മൾ ഏച്ചിൻ്റെ റൂമിലേക്ക് പോകുന്നതാണ്. ഇനി നമുക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.